ഇവിടെ വരച്ചു. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ മോഡിഫയേഴ്സിൽ പോയിട്ട് ഇവിടെ പാരാമെട്രിക് ഡീഫോർമേഴ്സിലെ സ്ലൈസ് ഇത് സെലക്ട് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ മോഡിഫയേഴ്സ് ലിസ്റ്റിൽ ഇവിടെ സ്ലൈസ് ഒന്ന് സെർച്ച് ചെയ്താൽ ഇതിലും കിട്ടും. ഓക്കെ, സ്ലൈസ് കൊടുത്തിട്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇപ്പം എക്സ് വൈ സെഡ് 3 ആക്സിസ് ഉണ്ട്. ഇപ്പം സെഡിലാണ് കിടക്കുന്നത്. ഇനി ഞാൻ വൈ കൊടുക്കുമ്പോൾ കണ്ടോ, വൈ ആക്സിസിൽ ഇങ്ങനെ ഒരു കട്ടിങ് വരും. അതായത് കട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പം എക്സ് കൊടുത്താൽ എക്സ് ആക്സിസിൽ വരും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ സെഡ് ആക്സിസ് കൊടുത്തു. എന്നിട്ട് ഇവിടെ താഴെ ഇപ്പോൾ ഇവിടെ ഒരു ഇതാ വന്നിട്ടുള്ളൂ, ഒരു ആക്സിസ് പോലെ വന്നിട്ടുള്ളൂ. ഇനി ഞാനിവിടെ സ്പ്ലിറ്റ് മെഷ് കൊടുത്തത് രണ്ടും ഇതായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് വരും. ഇനിയിപ്പോൾ ഇതിന് റിമൂവ് പോസിറ്റീവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതിൻ്റെ ടോപ്പ് പിന്നെ നമ്മൾ റിമൂവ് നെഗറ്റീവ് കൊടുക്കാം. റിമൂവ് നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ താഴത്തത് പോർഷൻ പോകും. ഞാൻ റിമൂവ് പോസിറ്റീവ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ ക്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ക്ലോസ് ആയിട്ട് വരും. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മോഡിഫൈ ലിസ്റ്റിലെ ക്യാപ്പ് ഹോൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് കൊടുത്താലും ഇവിടെ ക്യാപ്പായിട്ട് വരും. ഞാനിപ്പം ഇവിടെ ക്യാപ്പ് ഇടുന്നില്ല. എന്നിട്ട് ഇതിപ്പം ഒരു പ്ലെയിൻ പോലെ വന്നേക്കുന്നത്. അതായത് ഇതിൻ്റെ ഉള്ളിലെ തിക്നെസ് ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് ഒരു പ്ലെയിൻ ആണ്. ഇതിന് കുറച്ച് തിക്നെസ് കൊടുക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ഷെല്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കിയിട്ടായിരുന്നു ഷെല്ല്. ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ മോഡിഫയേഴ്സിൽ പോയിട്ട് ഇവിടെ ഷെല്ല് കൊടുക്കാം. ഷെല്ല് കൊടുക്കുമ്പോൾ ഇവിടെ ഇന്നർ എമൗണ്ട് ഉണ്ട്, ഔട്ടർ എമൗണ്ട് ഉണ്ട്. ഇതിലെ ഇന്നർ നമ്മൾ കൂടുന്നതിനനുസരിച്ചിട്ട് എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് ഉള്ളിലോട്ടേക്ക് തിക്കായിട്ട് വരും. അതുപോലെ തന്നെ ഇവിടെ ഔട്ടർ കൂടുന്നതിനനുസരിച്ചിട്ട് പുറത്തോട്ടേക്ക് തിക്കായിട്ട് വരും. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ഇന്നർ ഔട്ടർ ഒരു 1 കൊടുക്കും. ഇതിപ്പം ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടല്ലല്ലോ, ഇതൊരു ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന രീതിയിലല്ല. അതായത് സ്പിയറിൻ്റെ സെഗ്മെൻറ്റ് കറക്റ്റ് നമ്മൾ കുറച്ച് കൂട്ടി കൊടുക്കണം. അതിന് വേണ്ടി ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സ്പിയർ കൊടുക്കാം. സ്പിയർ കൊടുത്തിട്ട് ഇവിടെ സെഗ്മെൻറ്റ് വേണം. 32 സെഗ്മെൻറ്റ്സ് ആണ്. അത് കുറച്ചൊന്ന് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സ്മൂത്ത് ആയിട്ട് വരും. കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇതിപ്പോൾ നമുക്കിങ്ങനെ ഇതിലുള്ള ഓരോ ഡിസൈൻസ് കൊടുക്കാം. തേങ്ങയുടെ ഒക്കെ ഒരു ഡിസൈനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡിസൈനൊക്കെ കൊടുക്കാം. അപ്പം അതിന് വേണ്ടി ജസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇതിലൊരു കോപ്പി എടുക്കാം. ജസ്റ്റ് ലെഫ്റ്റിൽ വന്നിട്ട് ജസ്റ്റ് ഒരു കോപ്പി എടുത്തിട്ട് കുറച്ച് കയറ്റി എടുക്കാം. എന്നിട്ട് ഇതിൽ കോപ്പി കൊടുക്കാം. ഓക്കെ, ഇത് പെർസ്പെക്റ്റീവിൽ വന്നിട്ട് ഈ രണ്ടാമത്തേൻ്റെ കളറ് മാറ്റാം. അതുപോലെ മുകളിൽ കളർ മാറ്റിയിട്ടൊരു വൈറ്റ് കൊടുക്കാം. എന്നിട്ട് ഇതിന് ലെഫ്റ്റിൽ വന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് കുറച്ച് ഈ ഔട്ടറിന് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഔട്ടർ എമൗണ്ട് കുറച്ച് കൂട്ടി ആ ഒരു തിക്നെസ് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിന് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഇന്നർ എമൗണ്ട് കുറച്ച് കൂടി. ഇങ്ങനെയാണ് ഈ ഒരു ഇത് വരയ്ക്കുക. പിന്നെ നമുക്കിതിനെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ ഇവിടെ മോഡിഫൈ ടൂൾസിൽ സ്മൂത്ത് ഉണ്ട്. സ്മൂത്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇപ്പോൾ കണ്ടോ, സ്മൂത്ത് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് സ്മൂത്ത് അല്ല. കണ്ടോ, ഇങ്ങനെ
സ്ക്വയർ സ്ക്വയർ ആ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഓട്ടോ സ്മൂത്ത് ഉണക്കി സ്മൂത്തായിട്ട് വരും. റീസെറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് നമുക്ക് ഒരു പ്ലെയിൻ വരച്ചു. ഒരു പ്ലെയിൻ വരച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടൂളാണ് ഇവിടെ ഇതിലെ ലാക്റ്റിസ് എന്ന് പറഞ്ഞിട്ടൊരു ടൂള്. ഓക്കെ, അതായത് ഇങ്ങനെ ഈ ഒരു ഗ്രില്ലിൻ്റെ ഒക്കെ ഒരു ഇങ്ങനത്തെ ഈ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാക്റ്റിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ലാക്റ്റിസ് കൊടുത്തു. കണ്ടു നമുക്ക് ഈ ഒരു ഇങ്ങനെ ഒരു ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് എഡിറ്റിങ്സ് വരുന്നത് ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ജോയിൻറ്റ് ഓൺലി ഫ്രം വെർട്ടിസസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടു ജോയിൻറ്റ്സ് മാത്രമായിട്ട് വരും. പിന്നെ ഇവിടെ സ്ട്രക്റ്റ് ഓൺലി കൊടുക്കുമ്പോൾ സ്ട്രക്റ്റ് മാത്രം വരും, ആ ജോയിൻറ്റ്സ് അവിടെ ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഇവിടെ ബോത്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് ഇതിപ്പോൾ റേഡിയസിലാണ് കിടക്കുന്നത്. പക്ഷെ ഇവിടെ ആ ഒരു ഇത് ഒരു സ്ക്വയർ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഡയമണ്ട് ഷേപ്പിലല്ലേ കിടക്കുന്നത്. അതിവിടെ സെഗ്മെൻറ്റ് സൈഡ് സെഗ്മെൻറ്റ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ശരിയായിക്കോളും. കേട്ടോ, ഓക്കെ, ഇവിടെ അതിങ്ങനെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വരും. പിന്നെ അതിൻ്റെ റേഡിയസ് ഇവിടെ നമുക്ക് ഇങ്ങനെ കൂട്ടിയിട്ട് കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ ഇതിൻ്റെ അതായത് ഈ ഒരു കോർണറിൻ്റെ ഈ ഒരു ജോയിൻറ്റിൻ്റെ ഷേപ്പ് നമ്മൾക്ക് ഇവിടെ ടെട്ര ഒക്ട ഇതിലൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ റേഡിയസ് നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സെഗ്മെൻറ്റ്സ് ഇവിടെ കൂട്ടാം. സെഗ്മെൻറ്റ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിങ്ങനെ സ്പെരിക്കൽ ഷേപ്പിലൊക്കെ ആവും. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു ലാക്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂള്. നെക്സ്റ്റ് വരുന്ന ടൂളാണ് ഒരു സ്പിയർ വരച്ചു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മോഡിഫയേഴ്സിലുള്ള സെലക്ട് ചെയ്യാം. എന്നിട്ട് മോഡിഫയേഴ്സിൽ പോയിട്ടുള്ള നോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂളാണ്. ഓക്കെ, നോയ്സ് സെലക്ട് ചെയ്തു. ഇതിൽ നമ്മൾ ഇവിടെ സ്കെയിൽ ഒരു 8-9 എങ്ങാനും കൊടുക്കും. 8 കൊടുത്തു. എന്നിട്ട് ഇവിടെ നമ്മളിവിടെ സ്ട്രെങ്ത് ഈ ഒരു വാല്യൂ ആണ് കൂട്ടി കൊടുക്കുക. XYZ വാല്യൂ ഉണ്ട്. അതൊന്ന് കൂട്ടി കൊടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ഷേപ്പ് ചേഞ്ച് ആവുന്നുണ്ട്. ഈ മറ്റേ പാറയുടെ ഒക്കെ ഷേപ്പ് അങ്ങനത്തെ ഷേപ്പൊക്കെ പെബിൾസിൻ്റെ ഒക്കെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ സീഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഷേപ്പുകൾ ഇങ്ങനെ മാറി വരും. ഏത് ഷേപ്പാണ് വേണ്ടത് അത് വരും. പിന്നെ ഇവിടെ ഫ്രാക്ഷണൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഞാൻ ടിക്ക് ചെയ്തിട്ട് കഴിയുമ്പോൾ ഇതിന് കുറച്ച് റഫ്നെസ് കൂടും. നേരത്തെ അങ്ങനെ കുറച്ചിങ്ങനെ റൗണ്ട് പോലത്തെ അങ്ങനത്തെ ഒരു ഷേപ്പിലായിരിക്കും വരിക. ഇതിങ്ങനെ ഇവിടെ ഫ്രാക്ഷണൽ കൊടുക്കുമ്പോൾ കണ്ടത് കുറച്ചിങ്ങനെ ഭയങ്കര ഇങ്ങനെ മോന പോലെ നിൽക്കുന്ന സൈസിൽ ഇങ്ങനെ വരും. ഇത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോവും. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അത് ഇത് നമുക്ക് ഇങ്ങനെ ഈ ഒരു റോക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പെബിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ സർഫസിൽ അൺഡിലേറ്റഡ് ആയിട്ടുള്ള സർഫസ്, പിന്നെ നമ്മുടെ ഗ്രൗണ്ട് സർഫസും പിന്നെ നമ്മുടെ അണ്ടർ വാട്ടർ സർഫസ് ഒക്കെ ഇങ്ങനെ അൺഡുലേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂളാണ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പ്ലെയിൻ വരച്ചു. പിന്നെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇതിൻ്റെ സെഗ്മെൻറ്റ്സ് കുറച്ച് ഒരു 100 ഒക്കെ ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ മോഡിഫയേഴ്സിൽ ഇവിടെ നോയ്സ് കൊടുക്കാം. ഇവിടെ സ്കെയിലൊരു 10 കൊടുക്കാം. ഇവിടെ Z വാല്യൂ കൂട്ടാം. ക്ലോത്ത് മെറ്റീരിയലൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നോയ്സ് എന്ന് പറയുന്ന ടൂൾ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ
ക്രിയേറ്റിലെ ഈ ഒരു സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിലുള്ള ഈ ഒരു ബോക്സ് പോലെയുള്ള സംഭവങ്ങൾ പഠിച്ചു. നമുക്ക് ഇവിടെ ഷേപ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് 2D ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. ലൈൻ, സർക്കിൾ, ആർക്ക്, എലിപ്സ്, റെക്റ്റാങ്കിൾ പോലുള്ള 2D ആയിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വണ്ണ് ലൈനാണ്. ലൈൻ എടുത്തിട്ട്, അതായത് നമുക്ക് ലൈൻ വരച്ച് കൊടുക്കാം. ജസ്റ്റ് ഞാൻ ഇങ്ങനെ പിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ലൈനാക്കും. ഓക്കെ, ഇതിൽ തന്നെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ലൈനിൽ ഈ ഒരു കോർണർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇവിടെ ലൈൻ എടുത്തിട്ട് വരയ്ക്കുമ്പോൾ കോർണറായിട്ട് വരും. നെക്സ്റ്റ് വരുന്നത് ഈ ലൈനിലെ ഈ ഡ്രാഗ് ടൈപ്പിൽ സ്മൂത്ത് കൊടുക്കും. ഞാൻ കോർണർ കൊടുത്ത് വരയ്ക്കുമ്പോൾ ഞാൻ ജസ്റ്റ് പിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താലും ഇത് കോർണറായിട്ട് തന്നെയാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് നമുക്കിതിലെ സ്മൂത്ത് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പിക്ക് ചെയ്യുമ്പം ജസ്റ്റ് വെറുതെ പിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോർണറായിട്ട് തന്നെയാണ് വരിക. പക്ഷെ ഞാൻ ഇത് പിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ കണ്ടു ഇതിങ്ങനെ സ്മൂത്തായിട്ട് വരുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഓപ്ഷനാണ്. ഇത് ഇങ്ങനെ തന്നെയാണ്. നമ്മളിങ്ങനെ പിടിച്ച് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ അത് സ്മൂത്തായിട്ട് വരും. പിന്നെ വരുന്നത് ലൈനിലെ സ്മൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. നമ്മൾ കോർണർ ആയിരുന്നു ഇത്ര നേരം ചെയ്ത്. നെക്സ്റ്റ് സ്മൂത്ത് ഇട്ട് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഡ്രാഗ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്താലും അതിങ്ങനെ സ്മൂത്തായിട്ട് ഈ ഒരു ഗ്രാഫിക്കൽ ഷേപ്പൊക്കെ അങ്ങനെ, അല്ലെങ്കിൽ ഏത് ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ ലൈൻ എടുത്തിട്ട് കോർണർ എടുത്തിട്ട് ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ വരുമ്പോൾ നമുക്ക് ക്ലോസ് സ്പ്ലൈൻ എന്ന് പറഞ്ഞ് ചോദിക്കും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ സ്പ്ലൈൻ ആയിട്ട് ഇത് വരും. ഇനി ഇതിൽ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ മോഡിഫൈയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഈ ഒരു ആരോ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടെക്സ് ഉണ്ട്, സെഗ്മെന്റ് ഉണ്ട്, സ്പ്ലൈൻ ഉണ്ട്. വെർട്ടെക്സ് എന്ന് വെച്ച് ക്ലിക്ക് ചെയ്ത് കണ്ടോ, ഇത് ഓരോരോ പോയിന്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് സെഗ്മെന്റ് ആണ്. സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓരോരോ ലൈൻസ് ഇങ്ങനെ സെഗ്മെന്റ് ആയിട്ട്. പിന്നെ വരുന്നത് സ്പ്ലൈൻ ആണ്. അതായത് മൊത്തത്തിൽ വരുന്നതാണ് ഈ സ്പ്ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് വെർട്ടെക്സിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വെർട്ടെക്സിൽ എനിക്ക് ഇതിപ്പോൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് ജസ്റ്റ് ഈ ഒരു വെർട്ടെക്സിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഫില്ലറ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആർക്ക് പോലെ ആക്കാനും ഫില്ലറ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ഈ വെർട്ടെക്സിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ ഫില്ലറ്റ് ഓപ്ഷൻ ഉണ്ട്. ഫില്ലറ്റ് കൊടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഫില്ലറ്റിൻ്റെ വാല്യൂ ഇങ്ങനെ കൂട്ടുമ്പോൾ കണ്ടു അതിങ്ങനെ ആ ഒരു ഷേപ്പോടെ ഫില്ലറ്റായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു വെർട്ടെക്സിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ കോർണറിലാണ് കിടക്കുന്നത്. അതായത് ജസ്റ്റ് ഇവിടെ കോർണറായിട്ടാണ് കിടക്കുന്നത്. നെക്സ്റ്റ് ഞാൻ വീണ്ടും സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ബസിയർ സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് കണ്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കണ്ടോ ആ ഈ ഒരു ഇതിനെ പിടിച്ചിട്ട് നമുക്കിങ്ങനെ ഷേപ്പിലൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ വേറെ ഈ ഒരു ഇതിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബസിയർ കോർണർ എടുത്തു. ഓക്കെ, അപ്പോൾ ഇതാവുമ്പം നമുക്ക് നേരത്തെ ഒറ്റ ഒരു ലൈനായിരുന്നു. അതായത് നമ്മൾ രണ്ട് സൈഡും ഒരു സൈഡ് പിടിച്ചാക്കുമ്പോൾ രണ്ട് സൈഡിലും ആ ഒരു ചേഞ്ച് വരുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ബസിയർ കോർണർ എടുത്തപ്പം ഒരു സൈഡിൽ എനിക്ക് വേറെ ആയിട്ട് എഡിറ്റ് ചെയ്യാം, ഇവിടെ ഈ സൈഡിൽ എനിക്ക് വേറെ ആയിട്ട് എഡിറ്റ് ചെയ്യാം. ഇതാണ് ലൈനിലുള്ള എഡിറ്റിങ്സ്. പിന്നെ വരുന്നത് ഇതിന് നമുക്ക് ഈ ലൈന് നമുക്ക് ഓപ്പോസിറ്റ് എടുക്കുന്ന പോലെ, അതായത് ഔട്ട്ലൈൻ ഒക്കെ കൊടുക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിനെ സ്പ്ലൈനിലോട്ട് ഇടാം. സ്പ്ലൈനിലോട്ട് ഇട്ടിട്ട് ഇവിടെ താഴെ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഔട്ട്ലൈൻ എടുത്തിട്ട് ഇവിടെ ഔട്ട്ലൈനിൻ്റെ വാല്യൂ കുറച്ച് കുട്ടുമാണ്. ഓൾറെഡി ഉള്ളതിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെ വന്നിട്ടുണ്ട്. ഇതിന് ഔട്ട്ലൈൻ എടുക്കണമെങ്കിൽ വീണ്ടും ജസ്റ്റ് ഒന്ന്
ലൈനിൻ്റെ എഡ്ജിൽ വരുന്നത്. പിന്നെ വരുന്നത് ബാക്കിയുള്ള ടൂൾസ് ആണ്. റെക്റ്റാങ്കിൾ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് റെക്റ്റാങ്കിൾ തന്നെ എഡ്ജ് ഉണ്ട്, സെൻറ്റർ ഉണ്ട്. നമ്മൾ ഇപ്പോൾ എഡ്ജാണ് ചെയ്തത്. സെൻറ്റർ ആകുമ്പം സെൻറ്ററിൽ നിന്ന് റെക്റ്റാങ്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ. പിന്നെ അതിൻ്റെ ലെങ്ത്ത് വിഡ്ത്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സർക്കിളാണ്. സർക്കിൾ വരച്ചു കൊടുക്കുക. അതിന് എഡ്ജും സെൻറ്ററും ഉണ്ട്. പിന്നെ അതിൻ്റെ റേഡിയസ് നമുക്ക് ഇവിടെ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് പോയി തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് എലിപ്സ് ആണ്. എലിപ്സിൻ്റെ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് എലിപ്സ് വരയ്ക്കാം. മോഡിഫൈ ചെന്നാൽ അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും പിന്നെ അതിന് ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടി നേരത്തെ പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് ഒരു ആർക്കാണ്. ആർക്ക് ഷേപ്പ് വരയ്ക്കാൻ വേണ്ടി പിക്ക് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ആർക്കിൻ്റെ കൊടുക്കാം. റേഡിയസ് ഫ്രം സ്റ്റാർട്ടൊക്കെ ഫ്രം ടു ഒക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നത് ഡോണറ്റ് ഷേപ്പാണ്. ഇങ്ങനെ രണ്ട് ഷേപ്പ് കൊടുത്തിട്ട് ഡോണറ്റ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ, സ്റ്റാർ ക്രിയേറ്റ് ചെയ്യാൻ. ഹെലിക്സ് നമുക്ക് 3D ആയിട്ട് വരുന്നുണ്ട്. അതായത് ഹെലിക്സിൽ വരുമ്പോൾ നമ്മൾ ഹൈറ്റും കൂടി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ആദ്യം ഒരു സർക്കിൾ വരച്ചിട്ട് അങ്ങനെ കണ്ടോ ഇങ്ങനെ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് ഇത് മറ്റു പോളിഗൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് എഗ് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ. പിന്നെ ഫ്രീ ഹാൻഡ് ആയിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് പിടിച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കും. ഇതിനൊക്കെ നമ്മൾ ലൈനിൽ കുറച്ച് എഡിറ്റിങ്സ് പറഞ്ഞില്ലേ, ഇപ്പം ഔട്ട്ലൈന്, പിന്നെ സെഗ്മെന്റ് ആക്കല്, പിന്നെ അതിൻ്റെ വെർട്ടിസസ്, അങ്ങനത്തെ കാര്യങ്ങൾ. അതൊക്കെ നമുക്ക് ഇതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ ആക്കണം. അതായത് ജസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ കൊടുക്കാം. അപ്പോൾ നമുക്കിതിനെ നേരത്തെ ചെയ്ത പോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടെക്സും സെഗ്മെന്റും സ്പ്ലൈനൊക്കെ വന്നിട്ട് നമ്മൾ ലൈനിൽ ചെയ്ത എഡിറ്റിങ്സ് ഒക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പം ഇവിടെ രണ്ട് സർക്കിൾ വരച്ചു. ഇതിൽ നമ്മൾ ഈ ഒരു നമ്മൾ 2D 3D ഷേപ്പിൽ നമ്മൾ ബൂളിയനും പ്രൊബൂളിയനും പഠിച്ചില്ലേ, ആ ഒരു സംഭവം നമുക്ക് ഈ 2Dയിലും ഉണ്ട്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ രണ്ട് സർക്കിൾ വെച്ച് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വരച്ചു. ഇനി ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ കൊടുത്തു. ഇതിനെ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ കൊടുത്തു. എന്നിട്ട് ഇതിനെ രണ്ടിനും നമ്മൾ അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ അറ്റാച്ച് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അറ്റാച്ച് കൊടുത്തിട്ട് ഇതിനെ സെലക്ട് ചെയ്യാം. ഇത് രണ്ടും കൂടി അറ്റാച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ സെലക്ട് ചെയ്തിട്ട് താഴോട്ട് വരുമ്പോൾ ഇവിടെ എഡിറ്റബിളിലെ സ്പ്ലൈൻ കൊടുക്കാം. സ്പ്ലൈൻ കൊടുത്തിട്ട് താഴോട്ട് വരുമ്പോൾ ആണ് ബൂളിയൻ ഓപ്ഷൻ ഇവിടെ എടുക്കുന്നുണ്ട്. ഇത് സെലക്ട് ചെയ്തിട്ട് അതായത് നമ്മൾ ആദ്യം ഈ ഒരു ഇതിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ബൂളിയൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ യൂണിയൻ ഉണ്ട്, സബ്സ്ട്രാക്ഷൻ ഉണ്ട്, ഇൻ്റർസെക്ഷൻ ഉണ്ട്. യൂണിയൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഞാനിപ്പോൾ യൂണിയൻ എടുത്തിട്ട് ഇതിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കണ്ടോ ഇത് രണ്ടും കൂടി യൂണിയൻ ആയിട്ട് വരും. പിന്നെ വരുന്നത് ഞാൻ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സബ്സ്ട്രാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെലക്ട് ചെയ്തിട്ട് സബ്സ്ട്രാക്ഷൻ കൊടുത്തിട്ട് ഇതിനെ സെലക്ട് ചെയ്താൽ
ബൂളിയം കൊടുത്തിട്ട് സബ്സ്ട്രാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു പോർഷൻ സബ്സ്ട്രാക്ഷൻ ആയിട്ട് വരും. ഇനി ഞാനിപ്പം സെലക്ട് ചെയ്തു. ബൂളിയം കൊടുത്തിട്ട് ഇൻ്റർസെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ ആയിട്ടുള്ള പോർഷനൊക്കെ ഇവിടെ ഇങ്ങനെ ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് 2D ടൂൾസ് ആയിട്ട് വരുന്നത്.